എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ദീപാവലിക്ക് എല്ലാവരും അടിച്ചു പൊളിച്ച് കാണുമല്ലേ. അപ്പോൾ ദീപാവലിയുടെ ചെറിയ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർക്കും പുതിയതായി വന്ന സബ്സ്ക്രൈബർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദീപാവലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല, അന്ന് പൂജയൊക്കെ ചെയ്യും. പിന്നെ നമുക്ക് വരുന്ന ഗിഫ്റ്റൊക്കെ കുറച്ച് ഓപ്പൺ ചെയ്ത് എൻജോയ് ചെയ്യും. പിന്നെ അത് ചെറുപ്പത്തിലേ ഉള്ളതാണ് കേട്ടോ. ഓഫീസിലൊക്കെ നമുക്ക് സ്വീറ്റ്സൊക്കെ തരില്ലേ, അങ്ങനെ. പിന്നെ ഫ്രണ്ട്സ് എക്സ്ചേഞ്ച് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് അങ്ങനെ. അപ്പോൾ ഈ ഇയറും എനിക്ക് ഓൺലൈനായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് എപ്പോഴും പോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലെ എപ്പോഴും വന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ദീപാവലി അന്ന് രാവിലെ തന്നെ അമ്പലത്തേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരുക്കി വെച്ചു. പിന്നെ ടിഫനും സ്വീറ്റും ഉണ്ടാക്കണം. അപ്പോൾ സ്വീറ്റിൻ്റെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യാമെന്നുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് കാണാം എന്തൊക്കെയാണെന്ന്. ബ്രെഡ്, ഷുഗർ, ഏലക്ക, പിന്നെ കാഷ്യൂ നട്ട്, ഗ്രേപ്സ്, പിസ്ത, ബദാം, പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ മിൽക്ക് ബ്രെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രെഡൊക്കെ ഇങ്ങനെ പീസസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ വന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡീപ് ഫ്രൈയും ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം. ഡീപ് ഫ്രൈ വന്നിട്ട് ഞാൻ ചെയ്യാറില്ല, ഞാൻ എപ്പോഴും ഷാലോ ഫ്രൈ ആണ് ചെയ്യാറ്. ഷോപ്പുകളിലൊക്കെ വന്നിട്ട് ചെയ്യുമ്പോൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നെയ്യ് മാത്രം എടുത്തിട്ടും ചെയ്യും, അല്ലെങ്കിൽ എണ്ണ പകുതി നെയ്യ് പകുതി, അങ്ങനെ ചെയ്യാം. ടേസ്റ്റ് നന്നായിരിക്കും കേട്ടോ. ഒരിക്കലും 100% നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, എനിക്ക് ഇതിലും നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഡയറ്റിലൊക്കെ ഉള്ളൊരു സ്വീറ്റ്സൊക്കെ അവോയ്ഡ് ചെയ്ത് കാണും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഈസി ആയിട്ടും സിമ്പിളായിട്ടും ടേസ്റ്റ് ഒട്ടും തന്നെ മാറാതെ കാണിക്കുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ല. നമ്മൾ പുറത്തെ കഴിക്കുന്നതിനും ഇതിനും വലിയ ഡിഫറൻസ് തോന്നിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണം കേട്ടോ. പിന്നെ കുറച്ചും കൂടി നെയ്യ് നോക്കിയിട്ട് ആഡ് ചെയ്യണം. ഇത് എല്ലാ പീസും നമുക്ക് ഒരു ലൈറ്റ് റെഡ് വരണം. പിന്നെ തീ താഴ്ത്തി വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ചെയ്യണം. ഡീപ് ഫ്രൈ ആകുമ്പോൾ ഇട്ട ഉടനെ എടുക്കാൻ പറ്റും, പക്ഷേ അത് കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുകൊണ്ട് ഓയിൽ, നെയ്യ് ഇതൊക്കെ വന്നിട്ട് കുറച്ച് കൺട്രോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നല്ല മണമുള്ള നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റും ഇതും സെയിം നമ്മൾ പുറത്ത് മേടിക്കുന്ന അതേ ഇതിൽ തന്നെ ഉണ്ടാവും. ആൾമോസ്റ്റ് ഇപ്പോൾ നമ്മളുടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളർ വന്നാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഞാൻ എല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വാൾനട്ട്സ് എടുക്കാം, ബദാം, പിസ്ത, കാഷ്യൂ നട്ട്, അങ്ങനെ ഏതും എടുക്കാം നിങ്ങൾക്ക്. പംകിൻ സീഡ്സ് കിട്ടും. അങ്ങനെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുക്കാം. ഹെൽത്തിയുമാണ്, കഴിക്കുമ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം തനിയെ കൊടുത്താൽ ആരും കഴിക്കില്ലല്ലോ. ഇങ്ങനെ സ്വീറ്റ്സിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വല്ലപ്പോഴും വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇത് ശ്രദ്ധിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കണം. അങ്ങനെ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സും നെയ്യിൽ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ലൈറ്റായിട്ട് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ നമ്മൾ ചെയ്യേണ്ട, ലൈറ്റായിട്ട് തീ താഴ്ത്തി വെച്ച് ചെയ്താൽ മതി.
ഇപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. കുറച്ച് തിക്കാവുമ്പോൾ നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയിലെ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് തിക്കാവാൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത്ര നുര വരണ്ട. അതിന് മുന്നേ നമ്മൾ ബ്രെഡ് ഇടണം കേട്ടോ. ഷോപ്പിൽ മേടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഞാനിത് കുറച്ച് ക്യൂബ്സ് കാണുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാം പാലാണ് ഒഴിക്കുക. ഞാൻ മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിക്കുന്നുണ്ട്. പാൽ ഒഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായി പോവും. പിന്നെ എനിക്കറിയില്ല അത് സ്റ്റോർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യാറ്. സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. 2-3 ഡേയ്സിന് ഒന്നും ആവില്ല. നമുക്ക് വേണ്ടപ്പോൾ കുറച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്തില്ല, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഗാർണിഷിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആൾമോസ്റ്റ് നമ്മളുടെ ഡബിൾ കാം മീറ്റ ഹൈദരാബാദ് ഫേമസ് ഡെസേർട്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സർവിങ് ചെയ്യാം. ഇത് നിങ്ങൾ ഷോപ്പിൽ മേടിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ലൂസായിട്ട് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഞാനിത് കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചത്. പാലൊഴിച്ചാൽ നല്ലോണം അത് ലൂസായി കിട്ടും, നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. 2-3 ഡേയ്സിന് ഒരു കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റായിട്ട് ഇരിക്കാറുണ്ട്. അങ്ങനെ ഡബിൾ കാം മീറ്റ ഫുൾ ഗാർണിഷിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല കാണാനും നല്ല കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ചെയ്തിട്ട് നിങ്ങളുടെ പിക്സ് എനിക്ക് അയക്കണം. ഈ ഡെസേർട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഗസ്റ്റ് വരുമ്പോൾ ഹോട്ടായിട്ടും കോൾഡായിട്ടും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഡെസേർട്ട് സ്വീറ്റാണിത്. ഈ ഡെസേർട്ട് എത്രയും ഈസി ആയിട്ടും അധികം നെയ്യും ഓയിലോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറ്റിലുള്ളവർ, വയസ്സായവർ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും ഞാൻ വിശ്വസിക്കുന്നു. ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സിങ് ചെയ്താലോ? അപ്പോൾ ആദ്യം കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ആദ്യം ഐശ്വര്യമായിട്ട് എനിക്ക് കിട്ടിയത് വിഘ്നേശ്വരൻ്റെ ഗിഫ്റ്റ് പാക്കറ്റാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തു. ഇത് നമുക്ക് ദീപാവലിയുടെ മുന്നേ 2 ദിവസം മുന്നേ കിട്ടിയതാണ്. ഇതവരുടെ ചെറിയ വിഷസാണ്. അങ്ങനെ ടോട്ടൽ ബോക്സിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സാണ് ഇത്. ചോക്ലേറ്റ് കോട്ടിങ്ങുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ്. പിന്നെ ഇത് ഒരു ധൂപ്പ് സ്റ്റിക്ക് പോലെ ഉള്ളതാണ് കേട്ടോ. മോദക് ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ക്യൂട്ടാണ്. പിന്നെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ. ഒരു കമ്പനിക്കാർ ചെയ്യുന്നതാണ് ഈ ഒരു പാർസൽ പറഞ്ഞ ഗിഫ്റ്റ് പാർസൽ ചെയ്യുന്നത്. ഇങ്ങനെ ധൂപ്പ് സ്റ്റിക്ക് വെക്കാനുള്ള ചെറിയ ഒരു കപ്പ് പോലുള്ള പീങ്ങാണിലാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ തന്നെ. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യമായിട്ട് തന്നെ ഞാനിതൊക്കെ ഇരുന്ന് സമയമെടുത്ത് ഓപ്പൺ ചെയ്തു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെക്കാം കേട്ടോ. കാണാൻ നന്നായിട്ടുണ്ടല്ലോ. മോദക് സ്റ്റൈലാണ് കേട്ടോ. ഇതിനുള്ള ഒരു സീഡ് ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിലിട്ട ചെടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതാ പീങ്ങാണിൽ നമുക്കൊരു വിഘ്നേശ്വരും തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒപ്പം കത്തിക്കാനുള്ള ചെറിയ ധൂപ്പ് സ്റ്റിക്സ് ഉണ്ട് കേട്ടോ. അതാണ് ഈ ബോക്സ്. ഇതിൽ ടോട്ടലി ഒരു 25 ധൂപ്പ് സ്റ്റിക്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല മണമുണ്ട്. ഈ പാക്ക് മൊത്തം നല്ല മണമുണ്ട്. അപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല മണം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴല്ല അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ കത്തിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ
അങ്ങനെ ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് ദീപാവലിയുടെ മുന്നേ തന്നെ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇത് വന്നിട്ട് ദീപാവലി അന്ന് തന്നെ റിസീവ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വളരെ ഹാപ്പിയായി. ഇങ്ങനെ ദീപാവലി അന്ന് തന്നെ കിട്ടിയത് നല്ല ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിനൊരു മെയിൻ പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കാർഡ്ബോർഡ് ബോക്സിലായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത്. അതും ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരുപാട് വീഡിയോ വലുതായി പോവും. അപ്പോൾ ഞാൻ അത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ട് ഇത് മാത്രം അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഒരു കുഞ്ഞ് ബാസ്ക്കറ്റിൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് കാണാം എന്തൊക്കെയാണെന്ന്. ആദ്യം വന്നിട്ട് ഒരു ചെറിയ ഡയറിയാണ് കേട്ടോ. വിഘ്നേശ്വരൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ഡയറിയാണ്. പിന്നെ നമുക്ക് 2 ബോട്ടിൽ നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിലെ കാഷ്യൂ നട്ട്, ഒന്നിലെ വന്നിട്ട് ബദാമാണ് തന്നിരിക്കുന്നത്. പിന്നെ ദീപാവലിക്ക് മെയിനായിട്ട് ഒരു ദിയ ഇല്ലാതെ എന്താണ് ഗിഫ്റ്റില്ലേ, അങ്ങനെ ഒരു നല്ല ദിയ വിത്ത് ഡിസൈനുള്ള ദിയാസാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഒരു വിഷസ് പറഞ്ഞിട്ട്, ദീപാവലി വിഷസ് പറഞ്ഞിട്ട് ഒരു കാർഡും ഉണ്ട് അതിൻ്റെ ഒപ്പം. പിന്നെ വന്നിട്ട് വീണ്ടും നമുക്കൊരു ദിയ, 2 ദിയ ഉണ്ട് കേട്ടോ, വിളക്കുണ്ട്. പിന്നെ റംഗോലി ഇടാനുള്ള നമുക്ക് പൗഡേഴ്സാണ് കേട്ടോ ഈ 4 ബോട്ടിലിൽ കിട്ടിയത്. അങ്ങനെ ഈ സ്മാർട്ടായിട്ട് വളരെ ക്യൂട്ടായിട്ട് ഈ ബാസ്ക്കറ്റിൽ എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പാക്കിംഗ് ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ശുഭകരമായി നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാം പോവാൻ വരട്ടെ. ഇനിയും ഒരു ഗിഫ്റ്റ് ഉണ്ട് നമുക്ക് അൺബോക്സ് ചെയ്യാൻ. അങ്ങനെ ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ട് നല്ല ഒരു പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഡെക്കറേറ്റീവ് പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് 2 ദിയ ഉള്ള 2 ലേഡീസാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഇത് കാണാൻ. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. സോ താഴെ വീണാലും പൊട്ടൊന്നുമില്ല. എന്നാൽ എനിക്കൊരു പേടി, താഴെ വീണ എന്തെങ്കിലും ആവുമെന്ന്. കുറച്ച് അത്ര ഡെലിക്കേറ്റഡ് അല്ല കേട്ടോ, നല്ലൊരു ഇത് തന്നെയാണ്. നമുക്ക് ഏത് ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്യാം. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള ക്യാൻഡിലും അതിലുണ്ട് കേട്ടോ. അങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ടുണ്ട് അത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതും കാണിച്ചതും പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ദിവാലി ഗിഫ്റ്റ് അൺബോക്സിങ് കേട്ടോ. പിന്നെ രാവിലത്തെ ടിഫൻ ഇഡ്ഡലി ചട്നിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്പലത്തേക്ക് ഇറങ്ങി. അമ്പലത്തെ തൊഴുത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം പുറത്ത് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഉടുപ്പി റെസ്റ്റോറൻറ്റിലേക്ക് ആണ് പോയത് കേട്ടോ. ഒരു വെജ്
മീൽസാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ ആന്ധ്രയിൽ ഇത് ഹൈദരാബാദിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇതൊക്കെ. ഒരു സ്വീറ്റും ഉണ്ടായിരുന്നു, ഒരു പൂരി, കേട്, സാമ്പാർ, ചീരത്തോരൻ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല ഒരു ചേഞ്ച് ആയിരുന്നു, വെറൈറ്റി ആയിരുന്നു. അവരുടെ ഡിഷസൊക്കെ ഡിഫറെൻ്റാണ്, രസമൊക്കെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ, ദിസ് ഇസ് ഗീത സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ഓപ്പോൾ. ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.